അക്കാഡമി. എന്റെ പേര് ജിജി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് പൊളിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഈ പൊളിറ്റി ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് നമ്മൾ കൊണ്ടുവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RRB, SSC പോലുള്ള എക്സാംസിന്റെ PYQൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾക്ക് RRB, SSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് NTPC വരുന്നുണ്ട്. NTPCക്കാർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ തന്നെ ആയിരിക്കും ഇത്. അപ്പൊ എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും, ഉത്തരം അറിയുമെങ്കിൽ അതും കൂടി താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്: Who appoints the Chief Justice of India? Option A, the Prime Minister. Option B, the President. Option C, the Chief Justice of Supreme Court. Option D, Parliament. ആരാണ്? ഉത്തരം അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഉത്തരം അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ആൻസർ പറയട്ടെ, ഏതാ വരുന്നതെന്ന്? ഓപ്ഷൻ ബി ആണ്, പ്രസിഡന്റ് ആണ്. നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഇപ്പൊ സാധാരണ നമ്മുടെ രാജ്യത്ത് സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജിനെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിക്കുക. പക്ഷെ എന്നാൽ പോലും അതിന് ഒരു ഫോർമാലിറ്റി ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൊളീജിയം ഉണ്ട്, 5 സീനിയർ മോസ്റ്റ് ജഡ്ജസ് അടങ്ങിയ ഒരു കൊളീജിയം ഉണ്ട് സുപ്രീം കോടതിയിലെ ജഡ്ജസ്. ആ കൊളീജിയം ലോ മിനിസ്ട്രിക്ക് പേര് റെക്കമെൻഡ് ചെയ്യുന്നു, ലോ മിനിസ്ട്രി അത് സ്ക്രൂട്ടനൈസ് ചെയ്ത് പ്രസിഡന്റിന് കൊടുക്കുന്നു. അങ്ങനെയാണ് പ്രസിഡന്റ് പുള്ളിക്കാരനെ അല്ലെങ്കിൽ പുള്ളിക്കാരനെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കാം. ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം അറിയാവോ? ഉത്തരം അറിയെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ചോദ്യം നിങ്ങളോട് ഇതാണ്: നമ്മുടെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? അതറിയെങ്കിൽ അതിന്റെ ഉത്തരം കൂടി താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതിന് ഉത്തരം അറിയെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും കുഴപ്പമില്ല, താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോ നമ്മുടെ സുപ്രീം കോടതി എപ്പോഴാണ് സ്ഥാപിക്കപ്പെടുന്നത്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് ഒരു ഫെഡറൽ കോർട്ട് ഇവിടെ വരികയാണ്. ഓക്കെ, ഒരു ഫെഡറൽ കോർട്ടാണ് വരുന്നത്. ആദ്യം ഒരു ഫെഡറൽ കോർട്ടാണ് വരുന്നത്. ആ ഫെഡറൽ കോർട്ട് പിന്നീട് 1950 ജനുവരി 28 സുപ്രീം കോടതിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ 1950 ജനുവരി 28 സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ പാർലമെന്റ് വളപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് പിന്നീട് 1954 അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തറക്കല്ലിടുകയാണ്. അതിനുശേഷം 1958 അത് ഫോർമലി ഇന്ന് കാണുന്ന ന്യൂഡൽഹിയിലെ ബിൽഡിംഗ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ സുപ്രീം കോടതി വരുമ്പോ തന്നെ എന്തായിരുന്നു? ആ ന്യൂഡൽഹിയിലെ ഇന്ന് കാണുന്ന ബിൽഡിംഗിലായിരുന്നില്ല വന്നത്. പിന്നെ അതിനു മുമ്പ് നമ്മൾ സുപ്രീം കോടതി എന്ന് പദം കേട്ടത് 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം 1774 ഒരു സുപ്രീം കോടതി വന്നിട്ടുണ്ടായിരുന്നു. അത് കൽക്കട്ട. അപ്പൊ അന്ന് ചെറിയ രീതിയിലാണ് ജൂറിസ്ഡിക്ഷൻ, ഒന്നും വലുതല്ല, ചെറിയ രീതിയിലുള്ള ജൂറിസ്ഡിക്ഷൻ ആണ്. ഇന്നാണ് നമുക്ക് ഇത്രയും വൈഡ് ആയിട്ടുള്ള, നമുക്ക് ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത നമുക്ക് നോക്കാം: വാട്ട് ഈസ് ദ ടേം ഡ്യൂറേഷൻ ഫോർ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ടേം എത്രയാണ്? കാലാവധി എത്ര വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 വർഷം, 5 വർഷം, 4 വർഷം, 6 വർഷം. എത്ര വർഷമാണ്? എത്ര വർഷമാണ് വരുന്നത്? അതായത് നമ്മുടെ പ്രസിഡന്റിന്റെ കാലാവധി എത്ര വർഷമാണ് വരുന്നത്? ഉത്തരം അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. എത്ര വർഷമാണ് പ്രസിഡന്റിന്റെ കാലാവധി വരുന്നത്? ആൻസർ നോക്കാം. എത്ര വർഷമാണ് പ്രസിഡന്റിന്റെ കാലാവധി വരുന്നത്? ആൻസർ നോക്കാം. എന്തായിരുന്നു? ഓപ്ഷൻ ബി ആണ്, 5 വർഷമാണ് പ്രസിഡന്റിന്റെ കാലാവധി വരുന്നത്. 5 വർഷമാണ് കേട്ടോ. പ്രസിഡന്റിന്റെ കാലാവധി 5 വർഷമാണ് വരുന്നത്, മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ആലോചിക്കും 5 വർഷം തികയുമ്പോ അപ്പൊ തന്നെ പ്രസിഡന്റ് അടിച്ചു പോകണം. അങ്ങനെയല്ല കേട്ടോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ 2020 ജനുവരി 10 ഒരു പ്രസിഡന്റ് ജോയിൻ ചെയ്തു. അപ്പൊ പ്രസിഡന്റിന്റെ കാലാവധി 5 വർഷം ആകുമ്പോൾ 2025 ജനുവരി 9 പോകണം നമ്മൾ വിചാരിക്കുമല്ലോ. പക്ഷെ പുതിയ പ്രസിഡന്റ് അപ്പൊ അപ്പോയിന്റ് ചെയ്തില്ല, അത് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? പുതിയ പ്രസിഡന്റ് വരുന്നത് ജനുവരി 29 ആ 29 വരെ പഴയ പ്രസിഡന്റ് തുടരാം. അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ ടേം നമ്മൾ നോക്കുമ്പോൾ നോർമലി 5 വർഷമാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് റിസൈൻ ചെയ്യാം. റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത് ആർക്കാണ്? റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത് വൈസ് പ്രസിഡന്റിനാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത്. അതുപോലെ വൈസ് പ്രസിഡന്റ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ട ആർക്കാണ്? പ്രസിഡന്റിനാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത്. ഇനി ഇതിങ്ങനെ മാത്രമല്ല, ഇദ്ദേഹത്തിന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇദ്ദേഹത്തിന് റിസൈൻ ചെയ്യണം, ജോലി ഇഷ്ടപ്പെട്ടില്ല, പ്രസിഡന്റിന് ജോലി ഇഷ്ടപ്പെട്ടില്ല, പ്രസിഡന്റിന് എന്തായിരുന്നു? ഉറപ്പായിട്ടും റിസൈൻ ചെയ്യാം. പിന്നെ നമുക്ക് പ്രസിഡന്റിനെ പുറത്താക്കാം. എങ്ങനെയാണ് പുറത്താക്കുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് ഇംപീച്ച്മെന്റ്
ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രസിഡന്റിനെ പുറത്താക്കുന്ന പ്രോസസ്സിനാണ് ഇംപീച്ച്മെന്റ്. അപ്പൊ ഇംപീച്ച്മെന്റ് ആർട്ടിക്കിൾ 61 മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇംപീച്ച്മെന്റ് എന്തായിരുന്നു? ആർട്ടിക്കിൾ 61 മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി പ്രസിഡന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതായിരുന്നു? 52 പ്രസിഡന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 52. ഇനി പ്രസിഡന്റിന്, നമ്മുടെ രാജ്യത്തെ പ്രസിഡന്റിന് എത്ര തവണ വേണമെങ്കിലും പ്രസിഡന്റ് ആവാട്ടോ. ഇപ്പൊ അമേരിക്കയിലെ പ്രസിഡന്റിന് നമുക്കറിയാം കാലാവധി 4 വർഷമാണ്. 2 പ്രാവശ്യം മാത്രമാണ് അമേരിക്കയിലെ പ്രസിഡന്റിന് പ്രസിഡന്റ് ആവാൻ പറ്റുള്ളൂ. 4 വർഷമാണ് കാലാവധി വരുന്നത്. 2 വർഷം മാത്രമാണ് ആവാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കുക. പക്ഷെ നമ്മുടെ പ്രസിഡന്റ് അങ്ങനെയല്ല, എത്ര തവണ വേണമെങ്കിലും എന്തായിരുന്നു പ്രസിഡന്റ് ആയിട്ട് തുടരാം, യാതൊരു കുഴപ്പമില്ല. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം അറിവെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ. ഇപ്പോഴത്തെ പ്രസിഡന്റ്, നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? നമുക്കറിയാം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ആദ്യത്തെ പ്രസിഡന്റ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ അറിയെങ്കിൽ. ഇനി അടുത്ത നമുക്ക് നോക്കാം. Who is known as Father of Indian Constitution? നമ്മുടെ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ ബി ആർ അംബേദ്കർ, സർദാർ പട്ടേൽ. ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? യെസ്, ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ്, ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായി അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. നമ്മൾ പറഞ്ഞു ഭരണഘടനയുടെ പിതാവാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ, രാഷ്ട്രപിതാവ് ഗാന്ധിജി. ഓക്കെ, ഭരണഘടനയുടെ ശില്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആർക്കിടെക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേൽ ആണ് അല്ലെ, അയൺ മാൻ ഓഫ് ഇന്ത്യ. സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ശില്പി. ഇനി പ്രിയാമ്പിളിന്റെ ശില്പി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു. പ്രിയാമ്പിളിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ് പ്രിയാമ്പിളിന്റെ ശില്പി. അപ്പൊ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്നിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയാട്ടോ. അടുത്ത പ്രിയാമ്പിളിനെ കുറിച്ചുള്ള ചോദ്യമാണ്, വാട്ട് ഈസ് ദി പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അതായത് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എക്സാക്ട് വേർഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. An introduction, the beginning, the preface, the prologue. എന്താണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്? എന്താണ് ഉത്തരം അറിയെങ്കിൽ കമന്റ് ചെയ്ത്. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്താണ് അറിയാവോ? നമുക്ക് എല്ലാം ഒരേപോലെ തോന്നും കേട്ടോ, എല്ലാം ഒരേപോലെ തോന്നും. പക്ഷെ നമുക്ക് വേണ്ടത് എക്സാക്ട് വണ്ണാണ്. എല്ലാം നമുക്ക് ഒരേപോലെയാണെന്ന് തോന്നും. ഏതാ വരുന്നത്? ആൻസർ നോക്കിയാലോ. ഓപ്ഷൻ സി ആണ്, ദി പ്രിഫേസ് ആണ്. ഓക്കെ, ദി പ്രിഫേസ് ആണ് ആൻസർ വരുന്നത്. പ്രിയാമ്പിളിന്റെ എക്സാക്ട് മീനിങ് എന്ന് പറയുമ്പോൾ ദി പ്രിഫേസ് ആണ്. ഇപ്പൊ നമ്മൾ ബുക്കിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആമുഖം എന്ന് കാണുന്നത് എന്തായിരുന്നു? പ്രിഫേസ് ആണ്. ഇനി പ്രിയാമ്പിളിനെ കുറിച്ച് പറയുമ്പോൾ ആമുഖമാണ്. പ്രിയാമ്പിളിന്റെ മലയാളം എന്തായിരുന്നു? ആമുഖം. ആമുഖം. ഓക്കെ, ആമുഖം. അപ്പൊ നമ്മൾ ആന്ന് പഠിച്ചു വെക്കാം. എന്താ ആ ഫോർ അമേരിക്ക. ആ ഫോർ പ്രിയാമ്പിൾ നമ്മൾ കടമെടുക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ ആമുഖം കടമെടുക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഓക്കെ, ആമുഖം കടമെടുക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. പിന്നെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ പ്രിയാമ്പിളിന്റെ ആദ്യത്തെ പേര് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നായിരുന്നു. പ്രിയാമ്പിളിന്റെ ആദ്യത്തെ പേര് എന്തായിരുന്നു? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നായിരുന്നു പ്രിയാമ്പിളിന്റെ ആദ്യത്തെ പേര്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നായിരുന്നു പ്രിയാമ്പിളിന്റെ ആദ്യത്തെ പേര് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പ്രിയാമ്പിളിന്റെ ആദ്യത്തെ പേര്. ഈ പ്രിയാമ്പിള് 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ആണ് ആദ്യമായിട്ട് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന പേരില് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയില് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയത്തെ 1947 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സഭ ഏകകണ്ഠമായി പാസ്സാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരേ ഒരു ഡേറ്റ് ഏതാ ചോദിച്ചു കഴിഞ്ഞാല് 1949 നവംബർ 26 ആണ് പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരേ ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. പ്രിയാമ്പിൾ ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. അത് 42ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമം 1976 പ്രകാരമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. അത് പ്രകാരം 3 വാക്കുകളാണ് ആഡ് ചെയ്യുന്നത്. സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഇന്റഗ്രിറ്റി. സ്ഥിതി സമത്വം,
മതനിരപേക്ഷത, അതുപോലെ തന്നെ അഖണ്ഡത. ഈ 3 വാക്കുകളാണ് 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ആഡ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് ആർട്ടിക്കിൾ 21 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 21 ഗ്യാരണ്ടി ചെയ്യുന്നത് എന്താണ്? റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ഉത്തരം അറിയാവോ? കമന്റ് ചെയ്തോളൂ. ഉത്തരം അറിയെങ്കിൽ കമന്റ് ചെയ്തോളൂ. ആൻസർ നോക്കാം. ആൻസർ നോക്കിയാലോ? ആർട്ടിക്കിൾ 21 ആണ്. ആർട്ടിക്കിൾ 21 ആണ് പറയുന്നത് അല്ലെ? ആർട്ടിക്കിൾ 21 ആണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്തായിരുന്നു? ഓപ്ഷൻ ബി ആണ്, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ജീവിക്കാനുള്ള അവകാശം അല്ലെ? ജീവിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മനുഷ്യന്മാർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജീവിക്കാനുള്ള അവകാശം. നമ്മൾ പറയുന്നില്ലേ, ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന്. എന്തൊക്കെ അവകാശങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് ജീവനോടെ ഇല്ലെങ്കിൽ, സമാധാനത്തോടെ അത് എൻജോയ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ അവകാശങ്ങളൊക്കെ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ആർട്ടിക്കിൾ 21 അതുകൊണ്ട് പറയുന്നു മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 21 എന്താ പറയുന്നത്? മൗലിക അവകാശങ്ങളുടെ അടിത്തറ. ദി ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എന്തായിരുന്നു? ദി ഫൗണ്ടേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. അതുപോലെ തന്നെ സുപ്രീം കോടതി ആർട്ടിക്കിൾ 21 പറയുന്നത്, ആരാ പറയുന്നത്? സുപ്രീം കോടതി പറയുന്നത് എന്തായിരുന്നു? ദി ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമുക്ക് വേറൊരു ആർട്ടിക്കിൾ വരും, ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നുണ്ട് ദി ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആരാ പറയുന്നത്? ഹാർട്ട് ആൻഡ് സോൾ എന്ന് ആരാ പറയുന്നത്? അംബേദ്കർ ആണ് 32 പറയുന്നത്. അപ്പൊ 32 പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ് 32 പറയുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21 ഈ സെയിം സംഭവം പറയുന്ന ആരാണ്? സുപ്രീം കോടതിയാണ് പറയുന്നത്. തെറ്റരുത്. ഒന്ന് പറയുന്നത് അംബേദ്കർ, ഒന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ് പറയുന്നത്. തെറ്റരുത്. തെറ്റിപ്പോകുന്ന ഫാക്ട്സ് ആണ്, അതുകൊണ്ട് തെറ്റരുത്. ഇനി ഈ ആർട്ടിക്കിൾ 21 പറഞ്ഞു. അപ്പൊ ബാക്കിയുള്ള റൈറ്റ്സ് ഒക്കെ നമുക്ക് നോക്കാം. റൈറ്റ് ഇക്വാലിറ്റി എന്തായിരുന്നു? റൈറ്റ് ഇക്വാലിറ്റി. റൈറ്റ് ഇക്വാലിറ്റി എന്താ പറയുന്നത്? റൈറ്റ് ഇക്വാലിറ്റി ഏത് മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ് റൈറ്റ് ഇക്വാലിറ്റി? റൈറ്റ് ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. എനിക്കറിയാം, ഇപ്പോൾ കുറെ പേരുടെ മനസ്സിൽ ഈ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടാവും. ആർട്ടിക്കിൾ 14 ആണ് വരുന്നത്. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് റൈറ്റ് ഇക്വാലിറ്റി വരുന്ന ഒരു ആർട്ടിക്കിൾ ആണ്, അല്ലാതെ റൈറ്റ് ഇക്വാലിറ്റി അല്ല. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ റൈറ്റ് ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 14 എന്ന് പറയുമ്പോൾ എന്താ? റൈറ്റ് ഇക്വാലിറ്റി അല്ല, പിന്നെന്തായിരുന്നു? ഇക്വാലിറ്റി ബിഫോർ ലോ. എന്തായിരുന്നു? ഇക്വാലിറ്റി ബിഫോർ ലോ. എവിടെന്നാ നമ്മൾ എടുക്കുന്നത്? ബ്രിട്ടീഷ് കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ്. ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഈക്വൽ പ്രൊട്ടക്ഷൻ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിന്ന് എടുക്കുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത്. അല്ലാതെ ഇക്വാലിറ്റി നമുക്കല്ല, വെറും ഇക്വാലിറ്റി അല്ല. ഇക്വാലിറ്റി എന്ന് പറയുന്നത് 14 മുതൽ 18 വരെയാണ്. ഓക്കെ. ഇനി ആർട്ടിക്കിൾ 14 നമ്മൾ പറഞ്ഞു, നിയമത്തിന്റെ മുൻപിൽ തുല്യരാണ്. നിയമത്തിന്റെ എല്ലാ തുല്യ അവകാശവും നമുക്ക് കിട്ടും. ഇനി അടുത്ത 15 എന്താ പറയുന്നത്? 15 നോൺ ഡിസ്ക്രിമിനേഷൻ. ജാതിയുടെയോ മതത്തിന്റെയോ കാസ്റ്റിന്റെയോ അതുപോലെ തന്നെ ജനന സ്ഥലത്തിന്റെയോ ലിംഗത്തിന്റെയോ പേരിൽ ഒന്നും എന്തായിരുന്നു? നമ്മളെ ആരും വേർതിരിക്കാൻ പോകുന്നില്ല. അതാണ് 15 ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 14 15 കൺഫ്യൂഷൻ ആവരുത്. ആർട്ടിക്കിൾ 14 എന്തായിരുന്നു? നിയമത്തിന്റെ കാര്യമാണ് പറയുന്നത്. ആർട്ടിക്കിൾ 15 ജനറലൈസ് ആ പറയുന്നത്. ആർട്ടിക്കിൾ 16 അവസര സമത്വം. പൊതു തൊഴിലിന്റെ പേരിൽ അവസര സമത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആർട്ടിക്കിൾ 17 എന്തായിരുന്നു? അൺടച്ചബിലിറ്റി. മഹാത്മാഗാന്ധിജിക്ക് ജയ് എന്ന് വിളിച്ചുകൊണ്ടാണ് അൺടച്ചബിലിറ്റി പാസ്സാക്കുന്നത്. ആർട്ടിക്കിൾ 18 സ്വാതന്ത്ര്യം കിട്ടി, ഇനി ആർക്കും ഒരു സ്പെഷ്യാലിറ്റി ഇല്ല, എല്ലാവരും തുല്യരാണ് എന്നാണ് ആർട്ടിക്കിൾ 18. എല്ലാ ടൈറ്റിൽസും അബോളിഷ് ചെയ്യാണ് എക്സെപ്റ്റ് എന്താണ് നമ്മൾ പഠിച്ചു നേടിയത് അക്കാഡമിക് ഓർ മിലിറ്ററി. ഇതൊക്കെ എന്തായിരുന്നു? അക്കാഡമിക്കും മിലിറ്ററി ടൈറ്റിൽസ് ഒന്നും നമുക്ക് ഇരിക്കും, ബാക്കി എല്ലാം അതങ്ങോട്ട് അബോളിഷ് ചെയ്യാണ് ആർട്ടിക്കിൾ 18. ഇനി അടുത്ത റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ 23 24 റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നത്. അപ്പോൾ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ 23 ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്ത് പ്രൊഹിബിറ്റ് ചെയ്യുന്നു. 24 ബാലവേല നിരോധനം, പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ. ഇവിടുത്തെ ബാലൻ എത്ര വയസ്സാ? 14 വയസ്സിന് താഴെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇവിടെ ബാലൻ എന്ന് വിളിക്കുന്നത് അല്ലെ. 14 വയസ്സിന് താഴെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബാലൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതും ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ഏത് മുതൽ ഏത് വരെയുള്ള ആർട്ടിക്കിളാണ്? 25 മുതൽ 28 വരെ എന്താ പറയുന്നത്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ.
മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ് ഇതെന്ന് പറയുന്നത്. ഏത് മതത്തിലും വിശ്വസിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ആ മതപരമായിട്ടുള്ള ചാരിറ്റബിൾ സൊസൈറ്റി, മതപരമായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജ് ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട്. ഒരു ടാക്സും നമുക്ക് കൊടുക്കേണ്ട, ഒരു മതത്തിനെയും വളർത്താൻ നമുക്ക് നമ്മുടെ രാജ്യത്ത് ഒരു ടാക്സും കൊടുക്കേണ്ട കാര്യമില്ല. ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും മതപരമായിട്ടുള്ള പഠനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് പഠിക്കാനും പഠിക്കാതിരിക്കാനുമുള്ള അവകാശമുണ്ട്. അതാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനില് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം അല്ലെ. Who has the power to dissolve the Lok Sabha? ലോക്സഭ ഡിസോൾവ് ചെയ്യാൻ ആർക്കാണ് പവർ ഉള്ളത്? ഓപ്ഷൻ എ പ്രൈം മിനിസ്റ്റർ, ഓപ്ഷൻ ബി പ്രസിഡന്റ്, ഓപ്ഷൻ സി സ്പീക്കർ ഓഫ് ലോക്സഭ, ഓപ്ഷൻ ഡി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. പറഞ്ഞേ, ഉത്തരം പറയാവോ? ലോക്സഭ ഡിസോൾവ് ചെയ്യാൻ ആർക്കാണ് പവർ ഉള്ളത്? ലോക്സഭ ഡിസോൾവ് ചെയ്യാൻ ആർക്കാണ് പവർ ഉള്ളത്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, പ്രസിഡന്റിനാണ് ലോക്സഭ ഡിസോൾവ് ചെയ്യാൻ പവർ ഉള്ളത്. ഓക്കെ, ലോക്സഭ ഡിസോൾവ് ചെയ്യാൻ പ്രസിഡന്റ് ഇഷ്ടമുള്ള പോലെ ചെയ്യാനല്ല കേട്ടോ അതിന്റെ അർത്ഥം വരുന്നത്. പക്ഷെ അങ്ങനെ ഒരു പവർ ഉണ്ടെങ്കിൽ അത് പ്രസിഡന്റിനാണുള്ളത്. പ്രസിഡന്റ് പ്രൈം മിനിസ്റ്ററിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം മന്ത്രിസഭ പിരിച്ചുവിടാം. അതുപോലെ തന്നെ ലോക്സഭ നമുക്ക് നോക്കുവാണെങ്കിൽ ഡിസോൾവ് ചെയ്യാനുള്ള അധികാരമുണ്ട്. വിളിച്ചു കൂട്ടാനുള്ള, അത് ലോക്സഭ മാത്രമല്ല രാജ്യസഭയും വിളിച്ചു കൂട്ടാനും അതുപോലെ തന്നെ നിർത്തിവെക്കാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. അതിനെ വിളിച്ചു കൂട്ടുന്നതിന് സമ്മണിങ് എന്നാണ് പറയുന്നത്. സമ്മേളനങ്ങൾക്ക് സെഷൻസ് കൂടാൻ വേണ്ടി വിളിച്ചു കൂട്ടുക. അതുപോലെ തന്നെ സെഷൻസ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്ന അതിനാണ് പ്രൊറോഗേറ്റ് ചെയ്യുക എന്നൊക്കെ പറയും. അതിനൊക്കെ അധികാരം പ്രസിഡന്റിനുണ്ട്. പ്രസിഡന്റിന് ലോക്സഭ മാത്രമാണ് പിരിച്ചുവിടാൻ അധികാരമുള്ളൂ എന്ന് മനസ്സിലാക്കുക. രാജ്യസഭ ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം രാജ്യസഭ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഹൗസ് ആണ്. അതുപോലെ തന്നെ ഈ നാഷണൽ എമർജൻസി ഒക്കെ വരുന്ന സമയത്ത് ഈ ലോക്സഭയെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? പ്രസിഡന്റിനാണുള്ളത്. ഓക്കെ, ലോക്സഭയെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? പ്രസിഡന്റിനാണ് ലോക്സഭയെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളത്. അതും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ലോക്സഭ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനാണുള്ളത്. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർമലി ലോക്സഭയുടെ ടെന്യൂർ 5 വർഷമാണ്. അപ്പൊ ഇവിടെ രാജ്യസഭ എന്തായിരുന്നു? പെർമനന്റ് ഹൗസ് ആണ്. രാജ്യസഭയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്? ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിലെ സെക്കൻഡ് ഇയറിൽ 1/3 മെമ്പേഴ്സ് എപ്പോഴും റിട്ടയർഡ് ആയി പോകും. ഇനി തേർഡ് ഇയറിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഈ പോയ 1/3 മെമ്പേഴ്സിനെ നമ്മൾ വീണ്ടും എന്തായിരുന്നു? ഫില്ല് ചെയ്യുവാണ് ചെയ്യുന്നത്. പോയ ആൾക്കാരെ ഫില്ല് ചെയ്യുവാണ് പ്രധാനമായിട്ടും ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള ഹൗസ് ആണ്. ഇനി ലോകസഭയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്തായിരുന്നു? അതിലൊരു കോഡ് ഉണ്ട്, പറഞ്ഞുതരാം. കോഡ് ഇതാണ്, പരലോകം. അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ ഏകദേശം പരലോകത്തേക്ക് പോകാനുള്ള കോമൺ ഏജ് എന്ന് പറയുന്നത് 79, 80, 81 ആണ് അല്ലെ. അപ്പൊ നമ്മള് 79, 80, 81 അങ്ങനെയൊന്നുമില്ല. എപ്പോ വേണമെങ്കിൽ പരലോകത്തിൽ എല്ലാവർക്കും പോവാം. എന്നാലും നമുക്ക് ഇപ്പൊ ജനറൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറയാം. 79, 80, 81 വയസ്സായ നമ്മൾ അങ്ങോട്ട് പരലോകത്തിലേക്ക് പോകുമെന്ന് പഠിക്കാൻ വേണ്ടി ആലോചിച്ച് വെക്കാം. അപ്പൊ 79 പാ ഫോർ പാർലമെന്റ് 79, രാ ഫോർ രാജ്യസഭ 80, ലോകം ഫോർ ലോകസഭ 81. ഓക്കെ, പരലോകം പാ പാർലമെന്റ്, രാ രാജ്യസഭ, ലോകം ലോക്സഭ എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. 79, 80, 81 എന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നടക്കുന്നത്. ഇനി അടുത്തത്, അപ്പൊ ലോക്സഭയുടെ ആർട്ടിക്കിൾ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ 89 ആണ് ലോക്സഭയുടെ ആർട്ടിക്കിൾ. ഇപ്പോഴത്തെ ലോക്സഭയുടെ സ്പീക്കർ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഓം ബിർള ആണ് ഇപ്പോഴത്തെ ലോക്സഭയുടെ സ്പീക്കർ. ആദ്യത്തെ സ്പീക്കർ ആരാണ്? GV മാവലങ്കർ ആണ് ലോക്സഭയുടെ ആദ്യത്തെ സ്പീക്കർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, രാജ്യസഭയുടെ ചെയർമാൻ ആരായിപ്പോ? ഒന്ന് താഴെ കമന്റ് ചെയ്തേ. അടുത്തത്, അറ്റോർണി ജനറലിനെ അപ്പോയിന്റ് ചെയ്തത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പ്രസിഡന്റ്, ഓപ്ഷൻ ബി പ്രൈം മിനിസ്റ്റർ, ഓപ്ഷൻ സി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി ലോക്സഭ സ്പീക്കർ. ആരാണ് അറ്റോർണി ജനറലിനെ അപ്പോയിന്റ് ചെയ്തത്? ഉത്തരം അറിയുമെങ്കിൽ കമന്റ് ചെയ്തോളൂ. ആരാണ് അറ്റോർണി ജനറലിനെ അപ്പോയിന്റ് ചെയ്തത്? കമന്റ് ചെയ്തോളൂ. അപ്പൊ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, പാസ് എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ കമന്റ് ചെയ്യാം, അറിയുമെങ്കിൽ കമന്റ് ചെയ്യാം. ആൻസർ നോക്കിയാലോ, ഏതാ വരുന്നതെന്ന്, ആരാ വരുന്നത് നോക്കിയാലോ. ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ്, പ്രസിഡന്റ് ആണ് അറ്റോർണി ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആരാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്? നമ്മുടെ രാജ്യത്തെ ഹൈയസ്റ്റ് ലീഗൽ ഓഫീസർ ആണ് അറ്റോർണി ജനറൽ. അറ്റോർണി ജനറലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 76 ആണ് അറ്റോർണി ജനറലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. എന്തായിരുന്നു? ആർട്ടിക്കിൾ 76 ആണ് അറ്റോർണി ജനറലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ഏതായിരുന്നു? ആർട്ടിക്കിൾ 76 ആണ് അറ്റോർണി ജനറലുമായിട്ട് ബന്ധപ്പെട്ടത്. നമ്മുടെ രാജ്യത്തെ ഹൈയസ്റ്റ് ലീഗൽ ഓഫീസർ ആണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ രണ്ടാമതൊരു ഹൈയസ്റ്റ്
ഓഫീസർ ഉണ്ട്. അതാരാണ്? അദ്ദേഹത്തിന്റെ പേരാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പേരാണ് സോളിസിറ്റർ ജനറൽ. ഇദ്ദേഹത്തെ നമുക്ക് ചീഫ് സോളിസിറ്റർ ജനറൽ എന്ന് വിളിക്കുന്നുണ്ട്. സോളിസിറ്റർ ജനറൽ. ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണെന്ന് അറിയോ? ആർ വെങ്കിട്ടരമണിയാണ്. ആർ വെങ്കിട്ടരമണിയാണ് ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ. ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ, അതായത് രണ്ടാമത്തെ ലീഗൽ ഓഫീസർ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ തുഷാർ മേത്തയാണ് ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ. ഇനി ഈ ഒരു സോളിസിറ്റർ ജനറലിനെ സഹായിക്കാൻ വേണ്ടി 4 അഡീഷണൽ സോളിസിറ്റർ ജനറൽമാരും കൂടിയിട്ടുണ്ട്. 4 അഡീഷണൽ സോളിസിറ്റർ ജനറൽമാരും കൂടിയിട്ടുണ്ട്. അപ്പൊ അതും കൂടിയിട്ട് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞു ഇത് യൂണിയന്റെ കാര്യത്തിലാണ്, നാഷണൽ ലെവലിലാണ്. ഇനി ഇതേപോലെ സ്റ്റേറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്. എങ്ങനെയാണോ സെൻട്രൽ അറ്റോർണി ജനറൽ, അതുപോലെ തന്നെയാണ് സ്റ്റേറ്റിൽ എന്തായിരുന്നു അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. ഈ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ചുള്ള ആർട്ടിക്കൽ 165 ആണ്. ഓക്കെ, 165 ആണ് അഡ്വക്കേറ്റ് ജനറലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കൽ. ഗോപാലകൃഷ്ണകുറുപ്പാണ് നമ്മുടെ ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ. പൊതുവെ സെൻട്രൽ എക്സാംസിന് അങ്ങനെ ചോദിക്കാറില്ല, കേരളത്തിന്റെ അടുത്ത് ചോദിക്കാറില്ല, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് lowered the voting age from 21 to 18? അതായത് നമുക്ക് വോട്ട് ചെയ്യാനുള്ള പ്രായം നേരത്തെ 21 വയസ്സായിരുന്നു. അത് പിന്നീട് 18 വയസ്സിലേക്കായി മാറ്റുന്നുണ്ട്. അങ്ങനെ ഏത് ഭേദഗതിയിലൂടെയാണ് 18 വയസ്സാക്കി മാറ്റിയത്? ഇപ്പൊ നമ്മൾ 18 വയസ്സ് കഴിഞ്ഞ് വോട്ട് ചെയ്യാല്ലേ, അത് ഏത് ഭേദഗതിയിലൂടെയാണ് മാറ്റിയത്? 42nd അമെൻഡ്മെന്റ്, 44th അമെൻഡ്മെന്റ്, 61st അമെൻഡ്മെന്റ്, 73rd അമെൻഡ്മെന്റ്. ഉത്തരം അറിയെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഉത്തരം അറിയുമെങ്കിൽ കമന്റ് ചെയ്യാം. യെസ്, ആൻസർ നോക്കട്ടെ. ഓപ്ഷൻ സി ആണ് 61ാമത്തെ ഭരണഘടനാ ഭേദഗതി. 1989 61ാമത്തെ ഭരണഘടനാ ഭേദഗതി രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ. രാജീവ് ഗാന്ധിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി കേട്ടോ. രാജീവ് ഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ 41 വയസ്സുണ്ടാവുന്ന സമയത്താണ് അദ്ദേഹം പ്രധാനമന്ത്രി ആവുന്നത്. അപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. അതുകൊണ്ട് തന്നെ പ്രായം കുറച്ചു. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി പ്രായം കുറച്ചു. 21 നിന്ന് എത്രയിലേക്കാക്കി? 18ലേക്കാക്കി. ഏത് ഭേദഗതിയിലൂടെയാണ്? 61ാമത്തെ ഭേദഗതിയിലൂടെയാണ്. ഏതാ വർഷം? 1989. ഇനി അപ്പൊ നമുക്ക് 42ാമത്തെ ഭേദഗതിയുടെ വർഷം നോക്കാം. 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതി വരുന്നത്. 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിയാമ്പിൾ ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണെന്ന് പറഞ്ഞു. സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഇന്റഗ്രിറ്റി എന്ന 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതെന്തായിരുന്നു? 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകള് ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത്. മൗലിക ചുമതലകള് 51A നമ്മുടെ 4A പ്രതിപാദിക്കുന്നുണ്ട് മൗലിക ചുമതലകളും. അത് 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇനി 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലെ വർഷം 1978 ആണ് വർഷം. 1978 ആണ് ഇതിന്റെ വർഷം വരുന്നത്. അപ്പൊ 1978 ആണ് 44ാമത്തെ ഭരണഘടനാ ഭേദഗതി വരുന്നത്. ഇതിലൂടെയാണ് സ്വത്തവകാശം അല്ലെ, സ്വത്തവകാശത്തെ ഒരു നിയമപരമായിട്ടുള്ള അവകാശമാക്കിയിട്ട് മാറ്റുന്നത് 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ആദ്യമായിട്ടൊരു കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി വരുന്നത് ഈ ഒരു സമയത്താണ്, മൊറാർജി ദേശായി. ഇനി 73ാമത്തെ ഭരണഘടനാ ഭേദഗതി ഏതിലാ വരുന്നത്? ഏത് വർഷമാണ്? 1992 വരുന്നത്. പഞ്ചായത്തിനെ കുറിച്ചാണ് 73ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ പ്രതിപാദിക്കുന്നത്. പഞ്ചായത്ത് രാജ് അല്ലെങ്കിൽ ഒരു ഭരണഘടനാ സ്ഥാനം കൊടുക്കുവാണ്. 73ാമത്തെ ഭരണഘടനയിലെ പഞ്ചായത്തിന് ഒരു ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം കൊടുക്കുവാണ്. ഒരു ഭരണഘടനാപരമായ സ്ഥാപനമായിട്ട് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. പുതിയൊരു പാർട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്, പാർട്ട് 9. അതുപോലെ തന്നെ നമ്മൾ നോക്കുകഴിഞ്ഞാൽ പാർട്ട് 9ലേക്ക് പഞ്ചായത്തിന് ആഡ് ചെയ്യാണ്. പുതിയൊരു ഷെഡ്യൂൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഷെഡ്യൂൾ ഏതായിരുന്നു? 11ാമത്തെ ഷെഡ്യൂള്. കൂടാതെ 29 ഫംഗ്ഷൻസിനും എന്ത് കൊടുത്തിട്ടുണ്ട്? 29 ഫംഗ്ഷനും എവിടെ കൊടുത്തിട്ടുണ്ട്? പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യം ഇതാണ്. Which schedule of Indian Constitution contains the list of languages recognized by the Constitution? നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏത് സ്കെഡ്യൂളിലാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഏത് സ്കെഡ്യൂളിലാണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് സ്കെഡ്യൂള്, സെക്കൻഡ് സ്കെഡ്യൂള്, 8th സ്കെഡ്യൂള്, 9th സ്കെഡ്യൂള്. ഏത് സ്കെഡ്യൂളിലാണ് ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഏത് സ്കെഡ്യൂളിലാണ്?
നോക്കിയാലോ? എയ്ത്ത് സ്കെഡ്യൂളിലാണ് ഒഫീഷ്യൽ ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സ്കെഡ്യൂൾ വരുന്ന സമയത്ത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് 14 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നീട് ഭേദഗതികളിലൂടെ ഇപ്പോഴാണ് 22 ലാംഗ്വേജ്. ഇപ്പൊ നമുക്ക് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ 22 ലാംഗ്വേജസിലാണ് ഒഫീഷ്യൽ ലാംഗ്വേജ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷ് ഇതിലില്ല. ഓക്കെ, ഇംഗ്ലീഷ് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ല നമുക്ക്. ഓക്കെ, ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 22 ഭാഷകളിൽ ഉള്ള ഒരേ ഒരു വിദേശ ഭാഷ നേപ്പാളിയാണ്. നേപ്പാളിയാണ് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജിലുള്ള ഒരേ ഒരു വിദേശ ഭാഷ എന്ന് പറയുന്നത് നേപ്പാളിയാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. The registration of political parties by Election Commission of India is done under dash. അതായത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നമുക്കറിയാം എന്തായിരുന്നു, ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ രജിസ്ട്രേഷൻ ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അത് ഏത് ആക്ടിന്റെ കീഴിലാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ദി റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951, ദി റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950, നൺ ഓഫ് ദി അബോവ്. ഏതാ വരുന്നത്? ഉത്തരം അറിയെങ്കിൽ കമന്റ് ചെയ്തോളൂ ഏതാ വരുന്നതെന്ന്. ആൻസർ നോക്കിയാലോ? ഓപ്ഷൻ ബി ആണ്. ദി റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ആണ് 1951. ദി റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിന്റെ കീഴിലാണ് വരുന്നത്. അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ which of the following writs is also known as വേക്കനിങ് കോൾ എന്നാണ്. വേക്കനിങ് കോൾ എന്ന് അറിയപ്പെടുന്ന റിട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാൻഡമസ്, പ്രൊഹിബിഷൻ, സർഷറി, കോവാറന്റോ. വേക്കനിങ് കോൾ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? അറിയാവോ? വേക്കനിങ് കോൾ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? വേക്കനിങ് കോൾ. ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ്, മാൻഡമസ് ആണ്. അപ്പൊ റിട്ട് എന്ന് പറയുന്നത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ റിട്ട് ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ കടമെടുക്കുന്നത്. സുപ്രീം കോടതി റിട്ടിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 32-ലാണ്. ഹൈക്കോടതി റിട്ടിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 226-ലാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരു കോടതികൾക്കും റിട്ട് ഇഷ്യൂ ചെയ്യാനും പറ്റില്ല. അത് മനസ്സിലാക്കുക. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരു കോടതിക്കും എന്തായിരുന്നു? റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. 5 തരത്തിലുള്ള റിട്ടാണ് ഉള്ളത്. ഒന്ന് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്തായിരുന്നു? ടു ഹാവ് ദി ബോഡി ഓഫ് എന്നാണ്, ശരീരം ഹാജരാക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ടു ഹാവ് ദി ബോഡി ഓഫ് എന്നാണ്, ശരീരം ഹാജരാക്കുക. അതായത് അന്യായമായിട്ട് ഒരാളെ തടവിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ വിട്ടയക്കാനാണ് റിട്ട് ഉപയോഗിക്കുന്നത്. മാഗ്നാ കാർട്ടയിൽ പരാമർശിച്ചിരിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. മാഗ്നാ കാർട്ടയിൽ പരാമർശിച്ചിരിക്കുന്ന റിട്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് എന്തായിരുന്നു? ഹേബിയസ് കോർപ്പസ് ആണ് സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. മാൻഡമസിന്റെ അർത്ഥം വി കമാൻഡ് എന്നാണ്. വി കമാൻഡ്, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ഒരു പൊതു ഉദ്യോഗസ്ഥൻ തന്റെ കർത്തവ്യം നിറവേറ്റിയിട്ടില്ലെങ്കിൽ കോടതി പറയാണ് മര്യാദയ്ക്ക് ജോലി ചെയ്തോളൂ എന്ന് പറയുവാണ്. അതാണ് മാൻഡമസ്. ഇനി പ്രൊഹിബിഷൻ, ടു ഫോർബിഡ്, നിരോധനമാണ്. അതായത് ചില ആൾക്കാർക്ക് ആത്മാർത്ഥത കൂടി ഉള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ചില ഓഫീസിൽ. അപ്പൊ സ്വന്തം കാര്യം നോക്കിയാൽ മതി, കൂടുതലായിട്ട് വലിയ കാര്യങ്ങളിലേക്ക് ഇടപെടണ്ട. ഇതാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. മുകളിലെ കോടതി താഴത്തെ കോടതി എടുത്ത് പറയാണ് അധികാര പരിധി ലംഘിക്കരുത്. അധികാര പരിധി ലംഘിച്ചു കഴിഞ്ഞാൽ അത് പ്രൊഹിബിഷൻ വെച്ച് തടയാം. സർഷറി, ടു ബി സർട്ടിഫൈഡ് എന്നാണ്. താഴത്തെ കോടതിയിലുള്ള കേസ് മുകളിലേക്ക് തന്നയക്കാൻ പറയുവാണ്. ടു ബി സർട്ടിഫൈഡ്, സാക്ഷ്യപ്പെടുത്തുക. കോവാറന്റോ, എന്ത് അധികാരത്തില്? ഇപ്പൊ കല്യാണരാമൻ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുറെ പേര് കണ്ടിട്ടുണ്ടാവും, കുറെ പേര് കണ്ടിട്ടുണ്ടാവില്ല. അതില് ഇന്നസെന്റിന്റെ ഒരു സീൻ ഉണ്ട്. അതിൽ പറയുന്നുണ്ട്, അതായത് അവന് കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടോ എന്ന് ഇന്നസെന്റിന് ചെറിയ ഡൗട്ടാണ്. അപ്പൊ പറയുന്നുണ്ട്, നീ കല്യാണക്കുറി കാണിച്ചിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി. ഈ കോവാറന്റോ എന്ന് പറയുമ്പോൾ എന്ത് അധികാരത്തിലാണ്? ഒരാൾ ഓഫീസിൽ അവിടെ ഇരിക്കുവാണ്, നമുക്ക് ഭയങ്കര ഡൗട്ടാണ്. എന്താ ഡൗട്ട്? അദ്ദേഹം ആ ഒരു ഓഫീസിൽ ഇരിക്കുന്ന ആ ഒരു വ്യക്തി ശരിക്കും എക്സാം ഒക്കെ എഴുതി ക്ലിയർ ചെയ്ത് അവിടെ ഇരിക്കുന്നതാണോ? കാരണം ആളെ കണ്ട ആ ഒരു ലക്ഷണമില്ല. അപ്പൊ നമ്മൾക്ക് ഭയങ്കര ഡൗട്ട്, നമ്മൾ കേസ് കൊടുക്കുന്നു. അപ്പൊ സുപ്രീം കോടതി എന്തായിരുന്നു? കോവാറന്റോ റിട്ട് ഇഷ്യൂ ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് അധികാരത്തിലാണ് അവിടെ ഇരിക്കുന്നതെന്ന് തെളിയിച്ചിട്ടാണ് പിന്നെ അദ്ദേഹത്തിന് വീണ്ടും ഒരു അടുത്തൊരു ചിന്തയുള്ളൂ. അതാണ് ഇതിൽ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Who among the following put forward the idea of Constituent Assembly for India for the first time? ആദ്യമായിട്ട് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു,
ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ഡി എം.എൻ. റോയ്. ആരാണ് ആൻസർ? നോക്കാം. ഓപ്ഷൻ ഡി ആണ്, എം.എൻ. റോയ് ആണ്. ഓക്കെ, 1934 എം.എൻ. റോയ് ആദ്യമായിട്ട് ഈ ആശയം കൊണ്ടുവരുന്നത്. ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന ഒരു പത്രത്തിലായിരുന്നു ഈ ആശയം വരുന്നത്. ആദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം.എൻ. റോയ് ആണ്. ആദ്യമായിട്ട് കൊണ്ടുവന്ന പാർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വരാജ് പാർട്ടിയാണ്. ഓക്കെ, സ്വരാജ് പാർട്ടിയാണ്. മോത്തിലാൽ നെഹ്റുവിന്റെയും സിയാദത്തിന്റെയും നേതൃത്വത്തിലുള്ള സ്വരാജ് പാർട്ടിയാണ് ആദ്യമായിട്ട് ഈ ആശയം കൊണ്ടുവന്ന പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ INC നമുക്കും വേണം എന്ന് ഡിക്ലെയർ ചെയ്യുന്നത്, നമുക്കും വേണം ഇതുപോലെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിക്ലെയർ ചെയ്യുന്നത് 1937 ഫൈസപ്പൂർ സെഷനിൽ വെച്ചിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അത് പ്രകാരമാണ് 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്ത കാരണമായ കമ്മിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആണ്. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആണ് വരുന്നത് കേട്ടോ. അപ്പൊ എപ്പോഴായിരുന്നു? 1946 ഡിസംബർ 6 ഇത് വരുന്നത്. ഇതിന്റെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് 1946 ഡിസംബർ 9 ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത്. അതില് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹനെ ആയിരുന്നു ഫസ്റ്റ് ചെയർമാൻ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. പക്ഷെ അതേ താൽക്കാലികമായിട്ടായിരുന്നു. അതായത് ഡിസംബർ 11 രാജേന്ദ്ര പ്രസാദിനെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കുന്നത്, ചെയർമാൻ ആയിട്ട് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് താൽക്കാലികമായിട്ട് ഒരാൾ വേണ്ടേ? അപ്പൊ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അവിടുത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. അപ്പൊ പുള്ളിയെ 2 ദിവസത്തിന് താൽക്കാലിക അധ്യക്ഷനായിട്ട് ഇരുത്തുവാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 11-ാം തീയതി രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരമായിട്ടുള്ള അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കുന്നത്. അപ്പോ ഈ ഒരു ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26 ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിയാമ്പിളുള്ള ഒരേ ഒരു ഡേറ്റ്. ഈ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണ്? നമ്മൾ റിപ്പബ്ലിക് ആയത് എപ്പോഴാണ്? 1950 ജനുവരി 26 ഈ ഭരണഘടന നിലവിൽ വന്നത്. 1950 ജനുവരി 26 നിലവിൽ വന്നത്. അപ്പൊ മൊത്തത്തില് ഈ ഒരു ഭരണഘടന എഴുതാൻ എത്ര സമയം എടുത്തു ചോദിച്ചു കഴിഞ്ഞാല് 2 വർഷവും 11 മാസവും 17 ദിവസമാണ്. അപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ 18 കാണും. പക്ഷെ എനിക്ക് 17 കിട്ടിയത് ലോക്സഭ വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയില് 11 സെഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ B.R. അംബേദ്കർ ആയിരുന്നു. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ചോദ്യങ്ങൾ ഇത്ര മാത്രമല്ല, കുറെ ചോദ്യങ്ങളുണ്ട്. വരും ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഉറപ്പായിട്ടും ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എക്സാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി താഴെ നമ്മളൊരു ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ഫില്ല് ചെയ്യുക. പിന്നെ നമ്മുടെ ആപ്പിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. ബിഗ് ലേണിംഗ് ആപ്പിൽ ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. ബൈ.